നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സുധീഷ് ഹരീഷും കൂടെ ജോൾസിനെ കൊണ്ട് കള്ള ജാതകം എഴുതി വാങ്ങിക്കുകയാണ്. സുഭാഷിന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നില്ലേ മതിയാവുള്ളൂ. ജോൾസിനൊക്കെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾ എഴുതി കൊടുത്തു. ഹരീഷ് കയ്യെ പിടിച്ചു പറഞ്ഞു, എൻ്റെ ചേട്ടൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അങ്ങനെ ഫീസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2000 രൂപ. 2000 രൂപ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് ചോദിച്ചു, അല്ല ജോത്സലെ, ഈ 1 മിനിറ്റ് ജോലി എടുത്താനാണോ 2000 രൂപ? ഇതിനകത്തൊന്നും കുറയൊന്നുമില്ലേ? കുറച്ചെന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് താ. അതെ, അങ്ങനെ ഡിസ്കൗണ്ട് തരുന്ന സ്ഥലമൊന്നുമല്ല. ഒരു കാര്യം ചെയ്യാം, ആ ജാതകം കൂടെ തന്നേക്കാൻ പറഞ്ഞു. അത് വേണ്ട. ഹരീഷ് പറഞ്ഞു, പൈസ കൊടുത്തേക്ക് സുധീഷ് ഏട്ടാന്ന് പറഞ്ഞു. കാരണം ഹരീഷാണ് പൈസ കൊടുത്തത്. അങ്ങനെ സുധീഷ് 2000 രൂപ അതിനകത്തുനിന്ന് എണ്ണിക്കൊടുത്തു. അങ്ങനെ അവർ ജാതകമൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. പിന്നീട് ചെറുക്കൻ വീട് കാണാനായിട്ട് പെൺകൂട്ടർ വരുവാണ്. അപ്പം അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് വീട്ടിൽ. പക്ഷെ സുഭാഷ് ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സുഭാഷ് പണി സൈറ്റിലായിരുന്നു. അപ്പോൾ ഹരീഷും സുധീഷും നികേഷും എല്ലാവരും കൂടെ ചേർന്നിട്ട് വീടൊക്കെ തൂത്തുടച്ച് വൃത്തിയാക്കി. കൂടെ നിധിയും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് പറഞ്ഞു, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, പോയി ഇനി സുഭാഷേനെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഭാസ്കറിന്റെ വരവ്. ഭാസ്കരൻ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ വീടെല്ലാം വൃത്തിയാക്കി ഇടുന്നുണ്ടല്ലോ, എന്ത് പറ്റി? അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, അതെ, സുഭാഷേനെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവന് കല്യാണോ? എത്ര എണ്ണമായി? അത് കേട്ടപ്പോൾ ഹരീഷിന് സഹിച്ചില്ല. അതെ, ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാ, ഞങ്ങളൊന്നും അല്ല ചെയ്യേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനെന്ന് പറയുന്ന ആൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ലല്ലോ, ഞങ്ങൾ അനുജന്മാരായി പോയില്ലേ. എന്ത് വേണമല്ലോ ആയിക്കോ. ഞാൻ ആ ബ്രോക്കറോട് എത്ര വട്ടം പറഞ്ഞ, പിന്നെ ബ്രോക്കറോട് പറഞ്ഞു പോലും എന്തെങ്കിലും ഒരു കാര്യം ഇന്നലെ ചെയ്തിട്ടുണ്ടോ? അതെ, അവർ വരുന്ന സമയത്ത് ഇവിടെ കാണുമോ? അതൊന്നും പറയാൻ പറ്റില്ല. അത്രയും പോലും ചെയ്യാൻ പറ്റില്ലല്ലേ നിങ്ങൾക്ക്? അപ്പോഴേക്കും നിധി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അറിയാലോ, സുഭാഷേന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നോട്ടെ. പാവം, എത്ര കാലം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെ ചോദ്യവും കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ഭാസ്കർ പറഞ്ഞു, ശരി മാഡം, ഞാനിവിടെ കണ്ടോളാന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷ് സുഭാഷിനെ വിളിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷ് വന്നു. സുഭാഷ് വന്നിട്ട് ചോദിച്ചു, എന്താടാ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞത് ഹരീഷ് എന്നെ വിളിച്ചോണ്ട് വന്നേ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല. സുഭാഷ് എന്നെ ഇവിടെ ഇരിക്കുക, അല്ല കാര്യം എന്താ വെച്ചാൽ പറ. അപ്പോഴേക്കും സുധീഷും ഹരീഷും ഒക്കെ പരസ്പരം നോക്കുവാണ്, ആര് പറയണം എന്നൊരു ചിന്തയില്. നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടാ, അതൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. എന്താ? സുഭാഷ് ഏട്ടനെ കാണാനായിട്ട് ഇന്ന് പെൺവീട്ടുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പെൺവീട്ടുകാരോ? അതെ, അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സുഭാഷ് ഏട്ടൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. നികേഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടനെ ഞാൻ റെഡി ആയിക്കോളാം, ലൈറ്റായിട്ട് ഇത്തിരി പൗഡർ ആക്കിയിട്ട് ഞാൻ ഒരുക്കൊണ്ട് വന്നോളാന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാനോർത്ത് എന്തെങ്കിലും അർജന്റ് ആവശ്യമായിരിക്കുന്നു. വെറുതെ ജോലിയും കളഞ്ഞിട്ട് ഇതിൻ്റെ ഒന്നും കാര്യമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുഭാഷ് ഏട്ടൻ പോയി റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സുഭാഷിനെ കൂട്ടി നികേഷ് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം സുധീഷ് പറഞ്ഞു, അതെ, അവർ ജാതകമൊക്കെ നോക്കുന്നവരാ, അവർ രാഹുകാലം കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങത്തുള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തേലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും മുറ്റത്തേക്ക് ഒരു കാർ വന്നിന്നു. പക്ഷെ കാറിനകത്തൊന്നും ആരും ഇറങ്ങിയില്ല. അപ്പം സുഭാഷൊക്കെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടൻ എങ്ങോട്ടാ? ചെറുക്കനല്ലേ, ഇവിടെ നിൽക്കുക, ഞങ്ങൾ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അല്ല, അവരെന്താ പോലും ഇറങ്ങാത്തെ? സുധീഷ് അങ്ങോട്ട് ചെന്നു. അല്ല സാറേ, ബാ ഇറങ്ങുക എന്ന് പറഞ്ഞു. അതെ, ഒരു 5 മിനിറ്റ് രാഹുകാലം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിന് ശേഷം എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് അവരോട് വന്നിട്ട് പറഞ്ഞു, അതെ, രാഹുകാലം കഴിയാത്തതുകൊണ്ട് അവരങ്ങനെയൊക്കെ നോക്കുന്നതെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പം ബ്രോക്കറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ബ്രോക്കർ പറഞ്ഞു, അവരങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചൊരിതുള്ളവരാ, അവർ ജാതകമൊക്കെ നോക്കിയിട്ടോ അവർ ബാക്കി പെണ്ണും ചെറുക്കനും തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക പോലും ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അവരത്രയ്ക്ക് നോക്കുന്ന ആൾക്കാരാ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സുധീഷിനും ഹരീഷിനും ഒക്കെ സന്തോഷമാണ്. കാരണം നല്ലൊരു ജാതകമല്ലേ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രാഹുകാലം കഴിഞ്ഞതിന് ശേഷം അവരെ കാറിന്നിറങ്ങി. അങ്ങനെ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ്. അപ്പം എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജാതകം ചേരുമോ എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേർന്നില്ല, പണി വാളും. അങ്ങനെ അകത്ത് വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ കുറേ കല്യാണം ഞങ്ങളുടെ പെൺകുട്ടിക്ക് വേണ്ടി കണ്ടാ, പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് വീടോ ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, പക്ഷെ പെൺകുട്ടിയുടെ ജാതകം ചേരണം, അത് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം. ചെക്കൻ്റെയും പെണ്ണിനെയും ജാതകം ചേരാതെ കല്യാണം നടത്താൻ പാടില്ല.
പിന്നെ വീടിന്റെ വാസ്തു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നോക്കാനുണ്ട്. അപ്പൊ അവരൊരു ജ്യോതിഷനെ കൊണ്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. കാരണം ഈ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, അതുകൊണ്ടാണ് ജാതകം വേണമെന്ന് പറഞ്ഞത്. അല്ല, ചെക്കൻ്റെ ജാതകം ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് എന്ത് ചെയ്തു, പുതിയതായിട്ട് എഴുതിയ ജാതകം അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ ജാതകം വെച്ച് പെണ്ണിൻ്റെ ജാതകമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ജോൾസിൻ്റെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി. അയാൾ പറഞ്ഞു, അതെ ഈ ജാതകം ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ലേ, ഇത് പുതിയതായിട്ട് എഴുതിയതാണോന്ന് ചോദിച്ചു. അതെ അതെ, ഈ ജാതകം ചേരത്തില്ല, ഈ കല്യാണം നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ സുധീഷും ഹരീഷും പരസ്പരം നോക്കുകയാണ്. അങ്ങേരോടെ ഏത് ജാതകമായിട്ട് ചേരുന്ന ഒരു ജാതകം എഴുതി തരാൻ പറഞ്ഞിട്ട് അങ്ങേര് പണി തന്നാന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ഇന്നത്തെ കാലത്തെ ജാതകമൊക്കെ അല്ലേ, അതൊക്കെ കമ്പ്യൂട്ടർ ജാതകങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതൊന്നും അത്ര ഒന്നും ഉള്ളതല്ല. അതെ, അവൻ്റെ ജാതകമാണ് ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടോ? എന്നിട്ട് അച്ഛൻ പറഞ്ഞില്ലല്ലോ. പിന്നീട് പതുക്കെ ചെന്നിട്ട് ഭാസ്കരൻ സുധീഷിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ ഇതിന് വേണ്ടിയിട്ടാന്ന് പറയുമായിരുന്നേ ജാതകം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് തരില്ലായിരുന്നു എന്ന് ചോദിച്ചു. പിന്നീട് അവരോട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോയി. അപ്പം നേരത്തെ സുഭാഷിൻ്റെ ജാതകമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ജാതകം എടുത്തുകൊണ്ട് വരുവാണ്. സുധീഷ് ഹരീഷും ഒക്കെ പരസ്പരം നോക്കുകയാണ്. അപ്പം പഴയ ഒരു ജാതകമാണ്, പഴയ എഴുതി വെച്ചേക്കുന്നത്, പണ്ടത്തേതാണ്. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, അതെ ഇത് പ്രശസ്തനായ ഒരു ജ്യോതിഷന് എഴുതിയ ജാതകമാണ്, ഇതാണ് അവൻ്റെ ശരിക്കുള്ള ജാതകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷിൻ്റെ ജാതകം അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ അവർ കൊണ്ടുവന്ന് ജോത്സ്യൻ എന്ത് ചെയ്തു, ആ ജാതകം നോക്കുവാണ്. ജാതകം നോക്കി കഴിഞ്ഞിട്ട് അയാളുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഈ സമയത്ത് പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു, അതെ ഇനിയിപ്പോൾ അത് നോക്കി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ജോത്സ്യൻ പറഞ്ഞു, ഞാൻ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ജോത്സ്യൻ പറഞ്ഞു, അതെ ഈ ജാതകം ഒരു പെൺകുട്ടിയുടെ ജാതകമായിട്ട് ചേരത്തില്ല എന്ന് പറഞ്ഞു. ചേരത്തില്ലെന്നോ? അതുപോലത്തെ ഒരു ജാതകം ഇയാളുടെ ജാതകം, ഇതൊരു കാരണവശാലും ബാക്കിയുള്ള ജാതകങ്ങളും ചേരത്തില്ല. അത് മാത്രമല്ല ഈ ജാതകക്കാരന് ദോഷമുണ്ട്, ഈ ജാതകക്കാരൻ ഇരിക്കുന്ന വീട്ടിൽ പെണ്ണ് പോലും വാഴില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ഭാസ്കരൻ ഞെട്ടി. അപ്പം ഇതുകൊണ്ടാണോ ഇനിയിപ്പം തൻ്റെ പെണ്ണുമ്പിള്ള പോയതെന്നൊരു ചിന്ത ഭാസ്കരൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല ഇങ്ങനെയുള്ളിടത്ത് പെണ്ണുങ്ങൾ വാഴത്തുമില്ല. ഇനി ഇയാളുടെ കല്യാണം നടക്കണ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, കുറേ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്താലും ഇയാൾക്ക് പെണ്ണ് വാഴുന്നുള്ള കാര്യം സംശയമാണ്. ഈ കുടുംബത്തിൽ പോലും പെണ്ണ് വാഴത്തില്ല എന്നൊക്കെ അയാൾ പറയുമ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടലോടുകൂടി സുഭാഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സുഭാഷിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു സുധീഷിൻ്റെ നിധിയുടെ ഒക്കെ അവസ്ഥ. അവിടുന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ സുഭാഷിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സുഭാഷിൻ്റെ ജാതകത്തിൽ ഇങ്ങനെ ഒരു ദോഷമുണ്ടെന്ന്. അയാൾ എന്തായാലും കള്ളത്തരം പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും സുഭാഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. താൻ കാരണമാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നൊരു ചിന്തയായിരുന്നു സുഭാഷിൻ്റെ മനസ്സിൽ പെട്ടെന്നുണ്ടായത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.